വന്നു വന്നു നമ്മുടെ സാധനങ്ങളെല്ലാം കടലും കടന്ന് സിംഗപ്പൂരിൽ നിന്ന് സിഡ്നിയിലേക്ക് എത്തിയിട്ടുണ്ടേ. ഏകദേശം 2 വീക്സ് കടലിലൂടെ സഞ്ചരിച്ച് അതിനുശേഷം വീണ്ടും സിഡ്നി പോർട്ടിലെത്തി. വീണ്ടും 2 വീക്സ് ക്വാറന്റൈനും കഴിഞ്ഞ് കസ്റ്റംസ് ഇൻസ്പെക്ഷനും കഴിഞ്ഞിട്ടാണ് സാധനം നമ്മുടെ കയ്യിൽ കിട്ടിയത്. ഓസീസിന് പങ്ക്ച്വാലിറ്റി കുറച്ച് കൂടുതലായതുകൊണ്ട് അവർ പറഞ്ഞതിൽ നേരത്തെ തന്നെ രാവിലെ എത്തി. പിന്നെ നമ്മൾ കൊട മുതൽ വടി മുതൽ എല്ലാ സാധനങ്ങളും കയറ്റി വിട്ടിട്ടുണ്ടായിരുന്നു. എന്തായാലും ഈ കാണുന്ന ട്രക്ക് നിറയെ സാധനങ്ങളുണ്ടായിരുന്നു കേട്ടോ. എല്ലാം കറക്റ്റായിട്ട് നമ്പർ ചെയ്ത് ലേബൽ ചെയ്തിട്ടാണ് നമ്മൾ കയറ്റി വിട്ടത്. അപ്പോൾ ഇവർ തന്നെ ഈ മൂവേഴ്സ് തന്നെ പാക്ക് ചെയ്ത് അവർ തന്നെ വേണമെങ്കിൽ അൺപാക്ക് ചെയ്യൂ കേട്ടോ. പക്ഷെ നമ്മൾ മെയിനായിട്ടുള്ള ഫർണിച്ചേഴ്സ് മാത്രമാണ് അൺപാക്ക് ചെയ്തുള്ളൂ. എസ്പെഷ്യലി ഈ ക്ലോത്ത്സ് എല്ലാം നമ്മൾ തന്നെയാണ് കേട്ടോ അൺപാക്ക് ചെയ്തത്. എന്തായാലും ഒരു 2 ആഴ്ചത്തേക്കുള്ള പണിയായിട്ടുണ്ട്. നിർത്താതെ നമ്മൾ ചെയ്താലാണ് ഹായകുട്ടം വരുന്നതിന് മുമ്പ് ഇതെല്ലാം സെറ്റിൽ ആകുള്ളൂ. ഒരു ഷെൽഫ് യൂണിറ്റിന് മാത്രം ചെറിയൊരു കേടുപാട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ബാക്കി ഒന്നിനും ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല. സാരല്ല, നിബിന് കഴിവ് തെളിയിക്കാൻ ഒരു അവസരമായല്ലോ. അങ്ങനെ ഒരു ഡ്രില്ലിംഗ് യൂണിറ്റും കിട്ടി.